ബൈബിൾ ഇൻസൈറ്റ് ക്വസ്റ്റൻ ആൻസർ സെഷന്റെ ഈ എപ്പിസോഡിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹ വന്ദനം. ആദ്യത്തെ ചോദ്യം ജനറൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. പഴയ നിയമത്തിൽ സാമാന്യമായി യഹോവയുടെ ആത്മാവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു, എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് എഴുതിയിരിക്കുന്നു. ഇവ രണ്ടും ഒന്നാണല്ലോ. എന്തുകൊണ്ട് പഴയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല? ഓക്കെ, നമ്മളൊരു ജനറൽ സെൻസിൽ പറഞ്ഞ ഇവർ രണ്ടു മൂന്ന് തന്നെയാണ്. ഓക്കെ, ഒരു വായനക്കാർക്ക് അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ നമ്മൾ പെർട്ടിക്കുലർ ആൻഡ് സ്പെസിഫിക് സെൻസിൽ എടുക്കണം. പെർട്ടിക്കുലർ ആൻഡ് സ്പെസിഫിക് സെൻസിൽ എടുക്കുമ്പോൾ പരിശുദ്ധാത്മാവും യഹോവയുടെ ആത്മാവും രണ്ടാണ്. പരിശുദ്ധാത്മാവ് തൃത്വത്തിൽ മൂന്നാമനായ വ്യക്തി, പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവ്. തൃത്വത്തിൽ മൂന്നാമനായ വ്യക്തി. പുത്രൻ പിതാവിൻ്റെതാണ്. The son belongs to the father. The Holy Spirit also belongs to the father. ആ അർത്ഥത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുമ്പോൾ ഹോളി സ്പിരിറ്റ് തന്നെയാണ്. പക്ഷെ ഹോളി സ്പിരിറ്റിന് തൻ്റെതായ ഒരു വ്യക്തിത്വം, ഒരു എക്സിസ്റ്റൻസ്, ഒരു വ്യക്തിത്വവും ഒരു ഫങ്ഷനാലിറ്റി ഉണ്ട്, തൻ്റെയാണ്. ഇനി നമുക്ക് ദൈവത്തിന്റെ ആത്മാവെന്ന് പഴയത്ത് പറഞ്ഞിടത്തൊക്കെ യഹോവയും തൻ്റെ ആത്മാവെന്ന് എടുത്തു പറയുന്നിടത്തൊക്കെ രണ്ട് വ്യക്തിത്വമുണ്ട്. പണ്ട് സൃഷ്ടിയുടെ ആരംഭം മുതൽ ഞാൻ അവിടെയുണ്ട്, യഹോവയും തൻ്റെ ആത്മാവും ഉണ്ട് എന്ന് പറയുന്നിടത്ത് പുത്രനും പിതാവും പരിശുദ്ധാത്മാവെന്ന. യഹോവയുടെ ആത്മാവെന്ന് പറയുന്നിടത്ത് യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ വന്നു, അവൻ എന്നെ മലകളിൽ കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്നിടത്ത് ദ പവർ ഓഫ് ഗോഡ് കെയിം ഡൗൺ അപ്പോൺ മീ എന്ന. The power of God came upon me. പരിശുദ്ധാത്മാവ് അല്ലെന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ അവിടെ the power of God എന്നാണ്. ഇനിയും കേട്ടോണേ, ഈ ആത്മാവ് എന്ന് പറയുന്നത് അതിന് വേറൊരർത്ഥതലമുണ്ട്. The impetus, the character, the working mechanism എന്ന് പറയും. ഇപ്പം പറഞ്ഞല്ലോ, ആ പുള്ളിയുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലോ, അത് പരിശുദ്ധാത്മാവെന്നല്ലേ അർത്ഥം. ഇത് സ്പിരിറ്റഡ് ആവോ? ഇതൊരു സ്പിരിറ്റഡ് ആണ്. അപ്പം യഹോവയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ യഹോവയായ ദൈവത്തിന്റെ വർക്കിംഗ് മെക്കാനിസം എന്നാണ്. യഹോവയായ ദൈവത്തിന്റെ പ്രവർത്തന രീതി, തന്റെ സ്റ്റൈല്, തന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, തന്റെ എനർജി, വൈറ്റാലിറ്റി, ചൈതന്യം, ഇതിനെയൊക്കെയാണ് അതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് വേറൊരു വ്യക്തിത്വമാണ്. ഇത് വളരെ കെട്ടുപണിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏതാണ് നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി പറയാൻ പറ്റില്ല. അടുത്ത ചോദ്യം. There is no temple for Jews and no altar for sacrifice for the last 2000 years. How do the Jews get redemption of their sins without animal sacrifice, and they do not believe the sacrificial ceremony on the cross by Jesus Christ? Please explain. കഴിഞ്ഞ 2000 വർഷങ്ങളായി യഹൂദന്മാർക്ക് ദേവാലയവും യാഗപീഠവും ഇല്ലല്ലോ. അങ്ങനെയെങ്കിൽ അവരുടെ പാപപരിഹാരം യാഗങ്ങൾ കൂടാതെ എങ്ങനെ സാധിക്കും? അവർ പാപപരിഹാര യാഗമായി ക്രൂശിക്കപ്പെട്ട യേശു ക്രിസ്തുവിലും വിശ്വസിക്കുന്നില്ലല്ലോ. ഇതാണ് പ്രേക്ഷകരുടെ ചോദ്യം. അതൊരു
ഒരു 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 ഡിഫിക്കൽട്ട് സിറ്റുവേഷനാണ് യഹൂദനെ സംബന്ധിച്ചോളം. ഓക്കെ. അന്നത്തെ കാര്യം യഹൂദന് യാഗം കഴിക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പുരോഹിതൻ വേണം. അതെ. അപ്പോൾ ദൈവം ആദ്യം ചെയ്തത് അഹരോന്യ പൗരോഹിത്യത്തെ മാറ്റിയിട്ട് ഉം. മൽക്കീസദേക്കിന്റെ എന്നേക്കും ഇരിക്കുന്ന പൗരോഹിത്യം ഭൂമി സ്ഥാപിച്ചു. ഉം. ഒറ്റ മാർഗം യഹൂദൻ മൽക്കീസദേക്കിന്റെ പൗരോഹിത്യത്തിൽ വരിക എന്നുള്ളത്. വരിക എന്നുള്ളത്. നിന്റെ പഴയ ടെമ്പിൾ ഇടിച്ചു കളഞ്ഞു. ഉം. ഇതുവരെ പണിയാൻ സംഭവിച്ചിട്ടില്ല. ഉം. പണിതാൽ ക്രിസ്ത്യാനികൾക്ക് ഉൾപ്പെടെ അവിടെ കന്നാലിയെ കൊണ്ടുപോകും, ആടിനെ കൊണ്ട്. ഉം. ഇതില് ഇവരെ ഓർത്തല്ലെങ്കിൽ കന്നാലിയെ ഓർത്തെങ്കിലുമാണ് ദൈവം ഈ പരിപാടി നിർത്തിയത്. ഏതാ കന്നാലിക്ക് ഒരു ഇത് വേണ്ട, അതിനെ ഓർത്തായിരിക്കും നിർത്തിയത്. അവരുടെ പൗരോഹിത്യമില്ല, അവരുടെ ആരാധന സ്ഥലമില്ല. ആ സിസ്റ്റം മുഴുവൻ ദൈവം എടുത്ത് കളഞ്ഞു. ആ സിസ്റ്റം മുഴുവൻ ദൈവം നീക്കുന്നതിന് മുമ്പ് പുതിയ ഒന്നിനെ കൊണ്ടുവന്നു. അതാ പുതിയ നിയമം. ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കും രക്ഷ പ്രാപിക്കാൻ പുതിയ നിയമത്തിന്റെ കീഴിൽ വരിക അല്ലേ? ഞാൻ ഉയർത്തപ്പെട്ടാൽ സകല ജാതികളെങ്കിലും സകല മനുഷ്യരെങ്കിലേക്ക് ആകർഷിക്കും. ഇന്ന് രക്ഷപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെയിൽ യേശു ക്രിസ്തു നൽകപ്പെട്ട നാമമല്ലാതെ വേറൊരു നാമവും ഇല്ലെന്നേ. നൽകപ്പെട്ട നാമമല്ല, വേറൊരു നാമമില്ല. ഇത് മനസ്സിലാക്കിയിരിക്കെ ഇതിങ്ങനെ നിൽക്കേ പാവം ജാതികൾ ഇത് കേട്ടപ്പോൾ അവർ ഓടി വന്നു. ജാതികൾക്ക് ടെമ്പിൾ ഉണ്ടായിരുന്നല്ലോ, ഇല്ല. ഉണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങൾ നടക്കുന്നത്. പൂജയില്ലയോ? പൂജാരി ഇല്ലയോ? ആരാധന ഇല്ലയോ? യാഗവും ബലികളും ഉണ്ടല്ലോ, അല്ലേ? ഇതെല്ലാം ഉള്ള ഭയങ്കര 1000 വർഷത്തെ പാരമ്പര്യം പറയുന്ന ഈ ജാതികള് രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ വേറൊരു നാമമില്ലെന്ന് മനസ്സിലാക്കിയപ്പം അവരുടെ ടെമ്പിളിനെയും അവരുടെ അനവധിയായ ദൈവങ്ങളെ എടുത്ത് കളഞ്ഞിട്ട് ഈ വീടും. അത് യഹൂദനും അത് ജാതിക്ക് ബാധകമാണെങ്കിൽ യഹൂദനും അതുപോലെ ബാധകമാണ്. രക്ഷിക്കപ്പെടുന്ന യഹൂദൻ എന്തോ ചെയ്യണം? അവരുടെ ആളില്ലയോ, നമ്മുടെ ആളല്ലല്ലോ. യഹൂദൻ രക്ഷിക്കപ്പെടുന്നു പറഞ്ഞാല് ഒരു യഹൂദൻ രക്ഷ വായിക്കുന്നത് എത്രയോ വലിയൊരു സംഭവമാണത്. ഒരു വീട്ടുകാരനാ. Yes, there is absolutely no doubt about it. That's all to believe in it. That's all. Okay. Thank you, sir. അടുത്ത ചോദ്യം. യെഹെസ്കേൽ പ്രവചനം 40 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പുതിയ ദൈവാലയത്തിന്റെ യെഹെസ്കേൽ കാണുന്ന ദർശനം ബാബേൽ പ്രവാസത്തിന് ശേഷമുള്ള ദൈവാലയമാണോ അതോ അവസാനത്തെ ദൈവാലയമാണോ? The vision of the new temple and the city are explained in Ezekiel chapter 40 to 46. Is this the temple after their return from captivity or of the last temple? തീർച്ചയായിട്ടും അത് യെഹെസ്കേൽ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ടെമ്പിൾ ഡയറക്ഷൻ, ടെമ്പിളിന്റെ സ്ട്രക്ചറൽ പ്ലാന്, അത് കർത്താവിന്റെ കാലത്തുണ്ടായിരുന്ന ദേവാലയം അല്ല. അത് ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. 1000 ആണ്ട് വാഴ്ചകാലത്ത് നമ്മൾ ബൈബിളിൽ ഇതിന്റെ രണ്ടിന്റെ ഡീറ്റെയിൽസ് വായിക്കുമ്പോൾ യെഹെസ്കേൽ പറഞ്ഞിരിക്കുന്ന ആ ഡീറ്റെയിൽ അല്ല ടെമ്പിള് ഈ കർത്താവിന് മുമ്പ് പറഞ്ഞ രണ്ടാമത്തെ ടെമ്പിള്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അത് വരാനിരിക്കുന്ന ടെമ്പിൾ ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച് സർ. അടുത്ത ചോദ്യം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 24-ാം വാക്യത്തിൽ, എന്നാൽ വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. മോശ ദൈവം പറഞ്ഞ
ദൗത്യത്തിനായി മിസ്രൈമിലേക്ക് പോകുകയായിരുന്നുവല്ലോ. ഉം. പോകുന്ന വഴിയിൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരിട്ട് കൊല്ലുവാൻ ഭാവിച്ചു. മോശയിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടതുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ മോശ ഒരു ദൗത്യത്തിനായി പോകുകയല്ലേ. മോശയില്ലെങ്കിൽ ഇസ്രായേൽ മക്കളെ എങ്ങനെ വിടുവിക്കും? ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? ഓക്കെ, അതിങ്ങനെയാണ്. അവിടുത്തെ ഒരു പ്രത്യേക ആലാപന രീതി പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് മനുഷ്യൻ കൊടുത്താൽ മനസ്സിലാകുന്ന രീതിയിലല്ല. എന്നാൽ സത്രത്തിൽ വെച്ച് യഹോവ അവനെ എതിരേറ്റ് ചെന്നു കൊല്ലാൻ തുടങ്ങി. നമ്മൾ വായിക്കുമെന്ന് മനസ്സിലായി. മോശ എതിരേൽക്കാൻ ചെന്നു. ആരെ കൊല്ലാൻ തുടങ്ങി? മോശയെ കൊല്ലാൻ തുടങ്ങി എന്നാണ്. മോശയല്ല കൊല്ലാൻ തുടങ്ങിയത്. എതിരേറ്റുന്നത് മോശയല്ല. പിന്നെ ആര്? മോശയുടെ മൂത്ത മകനെ. അപ്പൊ ഉടനെ അമ്മയാണ് ഒരു കത്തിയെടുത്ത് ഇവന്റെ അഗ്രചർമ്മം പരിച്ചതിന് ഇടുന്ന് ഞാൻ നിനക്ക് രക്തമണവാളെന്ന് പറയുന്നത്. കാരണം അപ്പം മോശ ആ ടെമ്പിളിൽ എതിരേറ്റുന്നത് മോശയല്ല, ഈ കുഞ്ഞിനെയാണ്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. മോശയുടെ ഭാര്യയായ പേരെന്താണ്? നല്ല പെണ്ണുപിള്ള. പക്ഷെ ഇതുപോലെ വഴക്കാളി അനുസരണം കേട്ടത് കേട്ടോ. ഇതുപോലെ വഴക്കാളി അനുസരണം കേട്ടത്. നമ്മുടെ പല നാട്ടിലെ പല അച്ഛന്മാരും ഗൾഫ് പോകാൻ കാരണം ഇത്തിരി പൈസ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുന്നു, സമാധാനമായിട്ട് ജീവിക്കാമല്ലോ. ഈ പെണ്ണുപിള്ളയോടെ ജീവിച്ചാൽ സമാധാനം നഷ്ടപ്പെട്ടു. പൈസ ഇല്ലെങ്കിൽ അവിടെ ചെന്ന് കുറച്ച് സമാധാനമായിട്ട് ജീവിക്കാമെന്നല്ല ചായമാരി പോകുന്നത്. നമ്മുടെ മോശ സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ചിലപ്പോൾ താടുണ്ട്, അതിനെ തീറ്റാണെന്ന് പറഞ്ഞ് പോയേക്കാം. ഇവരോട് ഒറ്റ കാര്യം പറഞ്ഞനുസരിക്കത്തില്ല. ഞാനിത് ഒരു കഥയായിട്ട് പറയുന്നതല്ല കേട്ടോ. ഇതിനെപ്പറ്റി ബെസ്റ്റ് റിസർച്ച് ബുക്സും ഉണ്ട് മോശയുടെ എൻ്റെ ലൈഫിനെ പറ്റിയുള്ള. ലൈഫിനെ പറ്റിയുള്ള. അപ്പോ മോശ പറയടി, മോന് ഇത്ര വയസ്സ്, അവന് പരിചയം ചെയ്യണം. പെണ്ണുപിള്ളെ പൊയ്ക്കോണം. ഇയാൾ കുട്ടികളോട് പറയും, പൊയ്ക്കോണം. താൻ യഹൂദനാണെങ്കിൽ തൻ്റെ കൊച്ചിനെയും കൊണ്ട് യഹൂദന്മാരുടെ പോയിക്കൊണ്ട് താമസിക്കാൻ. ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ പറ്റുകയല്ല. പരിചയം ചെയ്യാൻ സമ്മതിക്കത്തില്ല. ന്യായപ്രമാണപരം മോനെ വളർത്താൻ സമ്മതിക്കത്തില്ല. അത് നിങ്ങൾ അവിടുത്തെ ആചാരം ഇവിടെ പറഞ്ഞേക്കരുത്. പുള്ളിക്ക് എന്തിനെ പറ്റി അമ്മായി പറ്റി വീട്ടിൽ താമസിച്ചില്ലെന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ആൾക്കാർ തല്ലിക്കൊല്ലുകയും ചെയ്യും. ഇവരെപ്പോഴും റിബല്യസാണ്. ഈ റിബല്യസായ പെണ്ണുമ്പിള്ളേര് പാഠം പഠിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ അവരുടെ കൊച്ചിനെ കയറി അങ്ങ് പിടിച്ചു. ഇപ്പൊ കൊല്ലുപടി എന്ന് പറഞ്ഞു. ഇപ്പൊ ഓർമ്മ, ഞാൻ പരിശോധന എടുക്കണമെന്ന് പറഞ്ഞ കേൾക്കാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞ് കൊച്ചിനെ പെട്ടെന്ന് ഈ ഇത് കണ്ടിച്ചിട്ട് കൊടുക്കുകയാണ്. ഞാൻ നിനക്ക് രക്തമണവാളൻ എന്തുവാ? ഒരു ബോധമില്ലാണ്ട് പിടിച്ചു പറയും. പറഞ്ഞ അവർക്കും അറിയത്തില്ല എന്തുവാ ഈ രക്തമണവാളെന്ന്. നീ എന്താ പറഞ്ഞു നിനക്കറിയാമോ? അറിയത്തില്ല. ആ ഒരു ഭയങ്കര ടെൻസ് മൊമെന്റ് നമുക്ക് പിടിച്ചു പറഞ്ഞതാ. അപ്പം ദൈവം എതിരേൽക്കാൻ ചെന്നത് മോശയല്ല, മകനെ എതിരേൽക്കുകയും സത്യത്തിൽ കൊല്ലുവാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഇവർ പെട്ടെന്ന് അവർക്ക് മാനസാന്തരം ഉണ്ടായിട്ട് അവർ പെട്ടെന്ന് പറയാൻ നോ കൊല്ലരുത്. അടുത്ത ചോദ്യം. ഏലിയാവിന് അപ്പവും ഇറച്ചിയും കൊണ്ടുപോയി കൊടുത്ത പക്ഷി കാക്ക
റേവൻ ആണെന്ന് ബൈബിൾ കാണുന്നു. എന്നാൽ ചില എഴുത്തുകളിൽ റേവൻ എന്നതിന് കാട്ട അറബി എന്നൊരു വ്യാഖ്യാനം കേട്ടിട്ടുണ്ട്. അതുപോലെ പത്രോസ് യേശുവിനെ തള്ളിപ്പറയുമ്പോൾ കോഴി കൂവിയതായി സുവിശേഷങ്ങളിൽ കാണുന്നു. കോഴി കൂവി എന്ന് എഴുതിയ സ്ഥാനത്ത് ഗലിസീനിയം വോയിസ് ഓഫ് ട്രംപറ്റ് എന്ന ചില വിവർത്തനങ്ങളിൽ വായിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ രണ്ട് വേദഭാഗങ്ങളിൽ കാണുന്ന കാക്കയും കോഴിയും യഥാർത്ഥ പക്ഷികളാണോ അതോ മറ്റേതെങ്കിലും തരത്തിലുള്ള പൊരുൾ എബ്രായ ഭാഷയിൽ ഉണ്ടോ? ആദ്യം പറഞ്ഞത് മലങ്കാക്ക. മലങ്കാക്കയാണ്. മലങ്കാക്ക അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അതിനപ്പുറം ഇതിന്റെ സ്പീഷീസ് അന്വേഷിച്ചു കൊണ്ടൊരു ആവശ്യം നമുക്കില്ലെന്നേ. ഇതേത് സ്പീഷീസിൽ പെട്ടതാണ് അന്വേഷിച്ചുകൊണ്ട് നമുക്ക്, കാര്യം നമ്മുടെ രക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ അപ്പുറത്ത് കിടപ്പുണ്ട്, അതൊക്കെ പഠിക്കാൻ നോക്ക്. ആ കാക്ക കറുത്ത കാക്കയായിരുന്നു, അതിൻ്റെ തലയിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വെള്ളയുള്ള കാക്കയുണ്ടല്ലോ, അങ്ങനത്തെ ആയിരുന്നു. എന്തും ആയിക്കോട്ടെ, ഹൗ ഡസ് ഇറ്റ് അഫക്റ്റ് യു? നിന്നെ ബാധിക്കുന്ന കാര്യമല്ല. പക്ഷെ രണ്ടാമത് പറഞ്ഞുണ്ടല്ലോ, ഏതാ? പത്രോസിന്റെ കോഴി കൂവിയൊക്കെ ഒരുപാട് പേരും പറയുന്നത് യെരുശലേമിൽ കോഴിയില്ല, പിന്നെങ്ങനെ കോഴി കൂവുന്നത്? അതൊരു ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ആ കാലത്ത് ഈ വാച്ച് ടൈം മാറുമല്ലോ. 6 മണിയാകുന്ന പറഞ്ഞാൽ ഭയങ്കര പ്രധാനപ്പെട്ട സംഗതിയാണ്. ഭയങ്കര നാട് മുഴുവൻ ഇത്ര വലിയതാണ് ആ കാഹളത്തിന്റെ ശബ്ദം. ആ കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നത് ടൈം മാറി എന്നറിയുന്നതിനാണ്. നാട്ടിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സൈറൻ ഉണ്ടായിരുന്നല്ലോ, 10 മണിക്ക് സൈറൻ. അപ്പൊ സൈറൻ കേൾക്കുന്നുണ്ടെ അടുത്ത വാച്ച് മാറുക. അപ്പം ഇത് കോഴി കൂവല്ലായിരുന്നു, മറിച്ച് സൈറന്റെ ശബ്ദമായിരുന്നു എന്ന് അനുമാനിക്കുന്ന ആളുകളാണ് കൂടുതലും. അപ്പം ഇനിയും എന്നോട് ചോദിച്ചാൽ ഞാനിതിലേതാ ഫോളോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ റിട്ടേൺ കോഴി അവിടുന്ന് കൂവുമായിരുന്നു എന്നുള്ള ചിന്ത എനിക്കില്ല. സാധ്യതയൊക്കെ ഈ ടൈം ക്ലോക്ക് മാറുന്നത്. ടൈം ക്ലോക്ക് മാറുകയല്ല, വാച്ച് മാറിയിട്ട് ഇവർ വിളിച്ച് പറയുകയാണ് അടുത്ത വാച്ചുകാർ വരിക. പബ്ലിക് അതായിരിക്കും ശരി കുറെ കൂടെ. അടുത്തത്. താങ്ക് യു വെരി മച്ച് സർ. ഒരു ചോദ്യം കൂടെ. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെടും, അവിശ്വാസിയായ ഭാര്യ സഹോദരൻ മുഖാന്തരം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധർ എന്ന് വരും, ഇപ്പോഴോ അവർ വിശുദ്ധരാകുന്നു. ഈ വചനം ഒന്ന് വിശദീകരിക്കാമോ? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടേ, ഇതിനെപ്പറ്റി പറയുമ്പോഴേ ഇവര് കോർട്ടിങ്ങിലിരിക്കുക. ഈ സമയത്ത് ഭാര്യ ഭർത്താവ് ഒരാൾ രക്ഷിക്കപ്പെട്ടു, ഭയങ്കര ഭക്തനായി. പക്ഷെ മറ്റേ ആൾ ഇപ്പോഴും അൺകൺവേർട്ടഡ് സ്റ്റേറ്റില്ല. ഇവരൊരുമിച്ച് ജീവിക്കുക, പിന്നെ യാതൊരു പ്രശ്നമില്ല. ഈ ഭർത്താവിന് ഇവർ പള്ളിയിൽ പോകുന്ന ഒരു കുഴപ്പമില്ല, പുള്ളി കൊന്നിരുന്നേ ഉള്ളൂ. അപ്പം ഈ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ നിമിത്തം നീതീകരിക്കപ്പെടും. വിശുദ്ധി എന്ന് പറഞ്ഞാൽ അർത്ഥം ഇത്രയേ ഉള്ളൂ, അവരുടെ സൽപ്രവൃത്തി കണ്ട് വചനം കൂടാതെ അതിൽ ചേർന്ന് വരിക. വചനം കേൾക്കുന്നില്ല, ഭാര്യയുടെ സൽപ്രവൃത്തി കണ്ട് ചേർന്ന് വരിക, മക്കളുണ്ടായി. ഇത് ഒരു പുറജാതിക്കാരൻ്റെ കുഞ്ഞല്ല, ഇത് ദൈവഭവനത്തിലെ കുഞ്ഞാണ്. ഇത് ദൈവഭവനമായിട്ട് ദൈവം കണക്കാക്കുക തന്നെ.
ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഇറ്റ്. ഓക്കെ ഓക്കെ ഓക്കെ. നല്ല പ്രവൃത്തിയെ കണ്ട് തിരിഞ്ഞു വരുന്നതാണ്. ഓക്കെ ഓക്കെ. ഈ സെഷൻ ഇവിടെ പൂർത്തിയാകുന്നു. തുടർന്നും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വൺസ് അഗൈൻ.